ഹായ് ഹലോ, ഇറ്റ്സ് മിഹിറിന എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് മെയ് 22 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വീഡിയോസോ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നത്തെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി എന്നല്ല, ഈ വർഷത്തെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. കാരണം വേറൊന്നുമല്ല, ഏട്ടൻ്റെ റിലേറ്റീവ് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആഘോഷങ്ങളൊക്കെ മാറ്റി വെച്ചതാണ് കേട്ടോ. മുന്നേ ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏട്ടന് ലീവ് കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞങ്ങൾ രണ്ടുപേരും ട്രെയിനിലാണ് ഉള്ളത്. ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി സർപ്രൈസ് ആവാനല്ലേ, സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ആയിട്ട് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ മുന്നേ മരിപ്പുള്ളത് കൊണ്ട് തന്നെ എവിടെയും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ട്രെയിനിലിരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഏട്ടന് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെമ്മറി വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു കുഞ്ഞു വീഡിയോ സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഏട്ടൻ ചിന്തിച്ച അല്ലെങ്കിൽ ഏട്ടൻ എനിക്ക് എന്തെങ്കിലും തരണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തു തന്നൊരു വീഡിയോ ആണ് ഇത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഏട്ടൻ എനിക്ക് വാരിത്തരമൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം, ഏട്ടനാണെങ്കിൽ ഇന്ന് ഡ്യൂട്ടിക്കല്ല ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണം. അപ്പോൾ ആ കുറഞ്ഞ സമയം കൊണ്ട് ഏട്ടൻ ആരൊക്കെയൊക്കെയോ വിളിച്ച് എന്തൊക്കെയൊക്കെയോ ഏർപ്പാട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് ഒരു 2-3-4 ദിവസം ഒന്നിച്ചുണ്ടായിട്ട് പിരിയുന്നതിൻ്റെ സങ്കടം, വെഡ്ഡിങ് ആനിവേഴ്സറി ആയതിൻ്റെ ഒരു സന്തോഷം, അതൊക്കെ കൂടി മിക്സായ ഒരുപാട് ഇമോഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സങ്കടം വരിക, ഇടയ്ക്കിടയ്ക്ക് സന്തോഷം വരിക, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഏട്ടൻ്റെ പോകാനുള്ള സ്ഥലം എത്താനായി. ഒരു 3 മിനിറ്റ് ട്രെയിൻ അവിടെ നിർത്തിയിടും. ആ സമയം കൊണ്ട് ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ ഞാൻ പറയാം, ഈ ഒരു ഏട്ടന് എനിക്ക് വേണ്ടി ഒരു കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേക്കിന് പിന്നിൽ ഒരുപാട് ആൾക്കാർ, അത് കേക്ക് വാങ്ങാൻ പോകാൻ ഒരാൾ, കേക്ക് കൊണ്ടുത്തരാൻ ഒരാൾ, കേക്ക് മുറിച്ച് കഴിഞ്ഞ ബോക്സിലിടാൻ വേറൊരാൾ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്കിൻ്റെ പിന്നിലായിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് സ്നേഹം. ഒരു എന്താ പറയുക, ആഘോഷങ്ങളൊന്നുമില്ല, പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മിക്കുക, ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കേക്ക് കട്ടി 3 മിനിറ്റുകൾ കൊണ്ടുള്ളത്. വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് വാങ്ങാൻ പോയിട്ട് പെട്ടെന്നുള്ള തിരക്കപ്പാടിൽ വെഡ്ഡിങ് ആനിവേഴ്സറി എഴുതേണ്ടത് ബർത്ത്ഡേ എന്ന് എഴുതിക്കൊണ്ടുവന്ന വേറൊരു കോമഡി ഒക്കെ കൂടെ ഒരു എന്താ പറയുക, 12 മണിക്കുള്ളിൽ കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയൊരു വേറൊരു സന്തോഷം ഒക്കെ കൂടിയുള്ളൊരു വെഡ്ഡിങ് ആനിവേഴ്സറി. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കേക്ക് കട്ട് ചെയ്ത ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഞങ്ങളുടേത്. ഈ ഒരു വീഡിയോ എടുത്തത് പിന്നീട് ഞങ്ങൾക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കാനും 3 മിനിറ്റ് ട്രെയിൻ നിർത്തിയ സമയം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളൊരു സന്തോഷം അങ്ങ് നിറവേറ്റിട്ടോ. പിന്നെയുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ 2 പേർക്ക് 2 വഴിക്ക് പോകേണ്ടി വന്നതാണ്. കാരണം അത് ഇന്നത്തെ ഒരു ദിവസം തന്നെ കേട്ടോ. 3 വർഷം മുമ്പ് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു ദിവസം, 3-ാമത്തെ വർഷം ഞങ്ങൾക്ക് 2 പേർക്കും 2 വഴിക്ക് പോകേണ്ടി വന്ന ആ ഒരു സങ്കടമൊക്കെ കൂടെ മനസ്സിലിങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയായിരുന്നു. എന്നാൽ പുറത്ത് കാണിക്കേണ്ടെന്നൊക്കെ വിചാരിച്ച 2 പേര് നിന്നതെങ്കിൽ പോലും ആ ഒരു അവസാന നിമിഷം ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ഒക്കെ കൂടെ ഒരു സന്തോഷം സങ്കടം ഒക്കെ കൂടെ ഇമോഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഞങ്ങൾ 2 പേരും ഒന്നിച്ച് വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ടാറ്റാ.